കുഞ്ഞിച്ചോമിനസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്സോ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ദ ബിഗിനിങ് ഓഫ് ദി എൻഡിൻ്റെ സീസൺ 4 എപ്പിസോഡ് 22 മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. പിന്നെ ഈ വീഡിയോക്ക് ചെറിയൊരു ടാർഗറ്റ് വെക്കുന്ന ഒരു 1K ലൈക്കാണ് ഞാൻ ഈ വീഡിയോക്ക് വെക്കുന്ന ടാർഗറ്റ്. സോ ഇപ്പോൾ തന്നെ എല്ലാവരും ആ ലൈക്ക് ബട്ടൺ അങ്ങ് അടിച്ചു പൊട്ടിച്ചേക്ക്. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്നത് അവൻ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളിപ്പോൾ വാളിൻ്റെ ഉള്ളിൽ എന്നാണെന്ന് കണ്ടോ? അത് കേട്ടപ്പോൾ എല്ലാവരുടെയും തല താഴത്തേക്ക് കുനിഞ്ഞു. ടെസ് വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല ആലക്കറിലെ മേസുമായിട്ട് നിങ്ങളങ്ങനെ ഇനി ഫൈറ്റ് ചെയ്തോ? അതെ, 4 മാസത്തോളം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ വാളെന്ന് പറഞ്ഞത് ഒരു സോർട്ടിംഗ് പ്ലേസ് ആണ്. എല്ലാ ഫൈറ്റിംഗ് നടക്കുന്നത് ആ ബീസ്റ്റ് ഗ്ലേഡേഴ്സിൻ്റെ ബോർഡേഴ്സിലാണ്. ചുരുക്കം പറഞ്ഞാൽ അവിടുത്തെ മെയിൻ പ്രശ്നം അവരല്ല, പകരം ബീസ്റ്റേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഹയർ അപ്സ് ഞങ്ങൾ ഇവിടേക്ക് അയച്ചത്. ആ സ്ഥലത്ത് ഫുള്ള് ആലക്കറെ കൺട്രോൾ ചെയ്യുന്ന S ക്ലാസ് മാന ബീസ്റ്റ് ആണ്. അവരെല്ലാവരും മ്യൂട്ടേറ്റഡ് കൂടിയാണ്. ആലക്കരയ്ക്ക് അതേപോലത്തെ 100 കണക്കിന് അല്ല 1000 കണക്കിന് ബീസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അവരെല്ലാവരും ഒരേപോലെ തന്നെ അപകടകാരിയുമാണ്. ആലക്കര അതിൻ്റെ സഹായത്തോടു കൂടിയുള്ള ആ വാൾ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കതിനെ കണ്ടുപിടിച്ച് അതിനെ കൊല്ലാനായിട്ടുണ്ട്. ഈ മ്യൂട്ടേറ്റുള്ള മാനബീസ്റ്റുകളുടെ കറക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരാണ് ആ സ്ഥലം ഫുള്ള് റൂൾ ചെയ്യുന്നത്, അവരുടെ ഓൺ ഡെഞ്ചൻ പോലെ തന്നെ. ഈ മ്യൂട്ടേറ്റുള്ള മാനബീസ്റ്റ് എക്സസ് ചെയ്യുന്ന അത്രയും നാളും തന്നെ അവരുടെ സ്പീഷീസുള്ള ബാക്കി മാനബീസ്റ്റും അവരുടെ കൂടെ തന്നെ പോകും. സോ ആലക്കരയുടെ ശക്തി വീണ്ടും മുകളിലേക്ക് പൊങ്ങത്തേ ഉള്ളൂ. സോ എത്രയും പെട്ടെന്ന് തന്നെ ആ മാനബീസ്റ്റിനൊക്കെ നമ്മൾ കൊല്ലേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിനു മുമ്പ് കുറച്ചധികം ടീം അവിടേക്ക് ചെന്നിരുന്നു, അത് അഡ്വാൻസ് ചെയ്യാനായിട്ട് ചെന്നിരുന്നു. ആൻഡ് എൻ്റെ ടീമിനെ അസൈൻ ചെയ്ത ആ ഒരു ഡെഞ്ചനായിരുന്നു S ക്ലാസ് മാനബീസിൻ്റെ ഹോം. ചുരുക്കം പറഞ്ഞാൽ അവിടെ ജയിക്കുന്നത് ക്രൂഷ്യലുള്ള ഒരു പോയിന്റ് തന്നെയായിരുന്നു. ആ ടൈമിൽ ടെസ് ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്, എനിക്ക് ആ വാളിലെ ഫൈറ്റിനെ പറ്റി കൂടുതൽ കേട്ടാൽ കൊള്ളാമെന്നുണ്ട്. പെട്ടെന്ന് ദേഷ്യം വന്ന് ആടെ അവിടേക്ക് വന്നിട്ട് പറയിച്ച്, ദേ പ്രിൻസസ്, ഒരു കാര്യം പറഞ്ഞേക്കാം, ഈ യുദ്ധത്തിലുള്ള സമയമുണ്ടല്ലോ, അത് നിനക്കൊക്കെ കിടക്കാൻ നേരത്ത് കേൾക്കേണ്ട ബെഡ് സ്റ്റോറി ഒന്നുമല്ല, അത് യുദ്ധമാണ്. അവിടെ 2 സൈഡിലെ ആൾക്കാർ മരിക്കുന്നതാണ്. നീ വേണമെങ്കിൽ നീ ലക്കിയാണെന്ന് വിചാരിച്ചോ. ആ ടൈമിൽ തന്നെ ആൾ പറയും ചെയ്യും, ആഡം എനിക്കറിയാം ഒരു യുദ്ധം എന്തുവാണെന്ന്. ഞാനിപ്പോൾ പറയുന്നത് അടുത്ത ദിവസം ഞങ്ങളുടെ ടീം അവിടേക്ക് അയച്ചു കഴിഞ്ഞാൽ എങ്ങനെ പ്രിപ്പയർ ആയിരിക്കണമെന്ന് അറിയാനായിട്ടാണ്. പെട്ടെന്നായിട്ട് ആൾ വന്ന് അവനെ വിളിക്കുന്നുണ്ട്, എടാ നീ വന്നേ, നമുക്ക് ആദ്യം വെച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാം, എന്നിട്ട് റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവനെ വിളിച്ചിട്ട് പോകുന്നുണ്ട്. പ്രിൻസസ്, അവൻ പറഞ്ഞൊന്നും താങ്കൾ മനസ്സിൽ വെക്കണ്ട. ഫീൽഡ് കുറച്ച് റഫായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചധികം പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് എല്ലാവരുടെയും ഇടയിലുണ്ട്. ആ ടൈമിൽ ഹെലൻ പറയുകയും ചെയ്യും, നിങ്ങളെല്ലാവരും ഇപ്പോൾ ബീസിനെയല്ല ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആലക്കരയിലെ സോൾജേഴ്സ് അതിനെക്കാട്ടും ഡേഞ്ചറസും അതിനെക്കാട്ടും പ്രശ്നമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അവരെയൊക്കെ എങ്ങനെ കൊല്ലാനായിട്ടാണ്? അല്ല, നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ, ഇൻഫോർമേഷൻ. 2 കൂട്ടരും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻഫോർമേഷനാണ്. ആ ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിൻ്റെ ആ ഒരു ഘടന നമുക്ക് മാറ്റാൻ സാധിക്കത്തുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ, നിങ്ങൾ ഒരാളെ അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവർ പിടിച്ചെടുക്കത്തേ ഉള്ളൂ, കൊല്ലത്തില്ല. എന്നിട്ട് ടോർച്ചർ ചെയ്യും. ഉത്തരം കിട്ടുന്ന പോലെ തന്നെ. നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് ഈ ബീസ്റ്റൊക്കെ ആയിട്ടല്ലേ? അത് സത്യം പറഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ തിരിച്ച് സംസാരിക്കാൻ പറ്റുന്ന മനുഷ്യരും വേദന കാരണം അലറുന്ന മനുഷ്യരും അതൊക്കെ വരാൻ നേരത്താണ് കാര്യങ്ങൾ കൂടുതൽ റഫാകുന്നത്. അവിടെ വെച്ച് ശരിയും തെറ്റും നമുക്ക് ഏതെന്ന് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതാണ് സത്യം. പെട്ടെന്നായിരുന്നു ഒരു അലാറം കേൾക്കുന്നത്, എന്നെ എത്രയും പെട്ടെന്ന് രക്ഷിക്കുക. അവൻ നോക്കാൻ നേരത്ത് അവിടെ ഒരുത്തൻ വീണടപ്പുണ്ട്. മെഡിക്കിനെ അവർ വിളിക്കുന്നതുകൊണ്ട്. അല്ല, ഇതെപ്പോഴും സംഭവിക്കാറുണ്ടോ? ഇല്ല, ഇതങ്ങനെ സംഭവിക്കാറില്ല. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ആ ഒരു മെഡിക്കൽ റൂമാണ്. അവിടേക്ക് ഹെലനൊക്കെ വരുന്നുണ്ടായിരുന്നു. എടാ, നിന്നെ കണ്ട് കുറച്ച് നാളായിരുന്നല്ലോ, നീയാണ് ഇപ്പോഴത്തെ ലീഡർ. അങ്ങനെ പറയാൻ പറ്റത്തില്ല, ഇവിടെ ഞാൻ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, നിങ്ങൾ ഞാൻ ഇവിടേക്ക് വന്നത് എല്ലാം ഓക്കെ തന്നെയല്ലേ? പ്രിൻസസ്, താങ്കൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ച് ക്യൂരിയസ് എന്നറിയാം, പക്ഷേ അവൻ ആവശ്യത്തിന് റെസ്റ്റ് വേണം. ഇതൊരു ട്രീറ്റ്മെൻറ്റ് റൂമാണ്, അല്ലാതെ ഗോസിപ്പ് അടിക്കേണ്ട സ്ഥലമല്ല, അറിയാലോ. അല്ല, നീ ഇങ്ങോട്ട് വന്നേ, എനിക്ക് കുറച്ച് സഹായമാണെന്ന് പറഞ്ഞിട്ട് അവനോടേക്ക് വിളിക്കുന്നുണ്ട്. മാഡം, ഞങ്ങൾ വന്നതിൽ ഞങ്ങളോട് ക്ഷമിക്കൂ, പക്ഷേ എനിക്ക് മുകളിലേക്ക് കുറച്ചധികം കാര്യങ്ങൾ അയക്കാനുണ്ട്, അപ്ഡേറ്റ്സ്. അതും കറക്റ്റ് ടൈമിൽ തന്നെ അയക്കാനായിട്ടുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ ഏറ്റവും നല്ലത് ഈ മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അവനല്ലേ ഇപ്പോൾ അവിടെ നിന്ന് വന്നത്. നീ പറഞ്ഞത് ശരിയാണ്. അവനോട് സംസാരിച്ചു കഴിഞ്ഞാൽ കുറച്ചധികം ഉത്തരങ്ങൾ നമുക്ക് എന്തായാലും കിട്ടുന്നതായിരിക്കും. അല്ല, സത്യം പറഞ്ഞാൽ ഇവൻ എന്താണ് പറ്റിയത്? അവൻ കംപ്ലീറ്റ്ലി ഡീഹൈഡ്രേറ്റഡ് ആണ്. അവൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഇല്ല. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് അവനൊന്നും കഴിച്ചിട്ടുമില്ല. അതുമാത്രമല്ല, അവൻ നോൺ സ്റ്റോപ്പായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവൻ്റെ കാലൊക്കെ ഈ ഒരു അവസ്ഥയിലായിട്ടിരിക്കുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്നതോ? അപ്പോൾ അവശേഷിക്കുന്ന ക്വസ്റ്റ്യൻ, എന്തിൽ നിന്നാണ് അവൻ ഓടുന്നത്? നെക്സ്റ്റ് സെക്കൻഡ് അവൻ പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. അല്ല, എൻ്റെ ബോധം പോയിട്ട് എത്തണം നേരെ. എടാ, ഒന്ന് പേടിക്കണ്ട, നീ വെയിറ്റ് ചെയ്യ്, കുറച്ച് നിമിഷം മാത്രമേ ആയിട്ടുള്ളൂ, ഒരു 10-15 മിനിറ്റേ ആയിട്ടുള്ളൂ. നീ അവിടെ നിന്നേ സംസാരിക്കുന്നതിന് മുമ്പ് ഇതധികം കുടിക്കാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട്. എടാ, എനിക്കറിയാം നീ ഒറ്റക്കാണ് ഇവിടേക്ക് വന്നത്, പക്ഷേ നിൻ്റെ ബാക്കിയുള്ള ടീമിന് അവർക്ക് എന്ത് പറ്റി? അവരെല്ലാം മരിച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ടീംമേറ്റ്സുമായിട്ട് എനിക്കൊരു വഴക്കിൽ ഏർപ്പെടേണ്ടി വന്നു.
ആ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ അവരുടെ ബാക്കിലേക്ക് നിന്ന് അവരാട്ടെ എന്നെ കൂട്ടാതെ മുന്നിലേക്ക് പോവുകയും ചെയ്തു. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞ് എനിക്കൊരു കുറ്റബോധം തോന്നിയപ്പോൾ ഞാൻ അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി മുന്നിലേക്ക് നടന്നു. അവിടെ വെച്ചാണ് ഞാൻ ആ ഒരു കാഴ്ച കണ്ടത്. എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ടീമിനെ എല്ലാവരും അറുത്ത് കൊല്ലുന്നതാണ് ഞാൻ കണ്ടത്. അത് ശരിക്കും ബ്രൂട്ടലായിരുന്നു. അവരുടെ ശരീരം കിടക്കുന്ന കണ്ടിട്ട് എനിക്കിപ്പോഴും എൻ്റെ കണ്ണിന് അത് പോയിട്ടില്ല. ഞാൻ പേടിച്ച് പറിച്ച് അവിടെ നിന്നുപോയി. കാര്യം കുറേയധികം പേര് അവിടെ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം ഞാൻ 3-4 ദിവസം അവിടെ നിന്നു. അങ്ങനെ ആ ടെലിപ്പോർട്ടേഷൻ ഗെയിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. എന്തായാലും ഇത് വലിയ റിസ്ക് തന്നെയാണ്. പക്ഷേ ഞാൻ എങ്ങനെയൊക്കെ തിരിച്ചു വന്നു. അല്ല, ടെലിപ്പോർട്ടേഷൻ ഗേറ്റോ? നീ എന്നാണ് ഈ പറയുന്നത്? അതെ സാർ, ആ ഡോറിൻ്റെ പുറകിൽ എന്തോ ഒന്നുണ്ടായിരുന്നു. അവരാട്ടെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. സാർ, എനിക്ക് തോന്നുന്നത് ഞാൻ ആ എസ് ക്ലാസ് ബീസ്റ്റിൻ്റെ മ്യൂട്ടൻ്റ് 10 കണ്ടെത്തിയെന്നാണ്. ആ ന്യൂസ് കേട്ട് കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ ഡോർഗോയുടെ വോയിസ് ആ കേവ് മുഴങ്ങാൻ തുടങ്ങി. എല്ലാവരും അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എല്ലാവരും 100 കണക്കിന് സോൾജേഴ്സ് എല്ലാവരും പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് വരാൻ പോകുന്ന യുദ്ധത്തിലേക്ക് തയ്യാറാനായിട്ട്. ഞാനും ഈ കഴിഞ്ഞ 3 മാസം ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ ടീമിൻ്റെ കൂടെ തന്നെ. എന്നാൽ അതുപോലെയല്ല, ഇതൊരു റിയൽ ഫൈറ്റാണ്. ഒരു റിയൽ മ്യൂട്ടനായിട്ടുള്ള റിയൽ ഫൈറ്റാണ്. സത്യം പറഞ്ഞാൽ കാരിയും ഡാർവിസും അവർ നല്ല നെർവസാണ്. എനിക്ക് നല്ല നെർവസ് ഉണ്ട്. പക്ഷേ ടെസിയ, അവളെ നോക്കാൻ നടത്ത് അവൾ കംപ്ലീറ്റ്ലി യങ്ങസ്റ്റുമാണ്. പക്ഷേ കംപ്ലീറ്റ്ലി കോൺഫിഡൻറ്റുമാണ്. ആ ടൈമിൽ പെട്ടെന്ന് അവളുടെ മുടി കെട്ടുന്നുണ്ട്. ഇത് കാണാൻ നേരത്ത് അവൻ നൈസിൽ ഒന്ന് ബ്ലഷ് ആവുന്നുണ്ട്. എടാ പൊട്ടാ, നീ ഇതെന്നെ ആലോചിച്ച് കൂട്ടുന്നത്? അവൾ നിൻ്റെ ലീഗിലേ അല്ല. അത് മാത്രമല്ല അവൾക്ക് ആർത്തർ ഗായനെ ഇഷ്ടവുമാണ്. ആ ടൈമിൽ തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നമ്മളിനി ബീസ്റ്റുമായിട്ടാണ് ഫൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി എനിക്ക് നോക്കാൻ നേരത്ത് 5 ലോ ഡാമേജ് റൗണ്ട് ഉണ്ട്, 8 ഹൈ ഡാമേജ് റൗണ്ട് ഉണ്ട്. അങ്ങനെ ഓരോ റൗണ്ടിൻ്റെ കാര്യം സംസാരിച്ചൊക്കെയാണ്. പെട്ടെന്ന് കാര്യം എന്നിട്ട് പറയും ചെയ്യും. അല്ല, നീ മനസ്സിലാണ് സംസാരിക്കണമെങ്കിൽ പുറത്ത് എല്ലാവർക്കും കേൾക്കാൻ കേട്ടോ. അയ്യോ, എന്നോട് ക്ഷമിക്ക് സ്റ്റാൻഡേർഡ്, നീ ഇത്ര പേടിക്കൊന്നും വേണ്ട, ബാ നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ വിളിക്കുന്നുണ്ട്. അവനാട്ടെ അവിടുന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. വാൻഗാർഡ് ടീംസ് ശ്രദ്ധിച്ചു കേട്ടോളൂ, നമ്മൾ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ സമയമാണ്. നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട സമയമാണ്. ആ മാനാബിസിനെ എല്ലാത്തിനും തന്നെ നമ്മൾ കൊന്നു കളഞ്ഞിരിക്കണം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പ്രസംഗം തുടങ്ങി. ഈ ടൈമിൽ തന്നെ ടെസിയ പറയുന്നുണ്ട്, ഗൈസ്, നമ്മളെല്ലാവരും അവിടുന്ന് ജീവനോടെ പുറത്തെത്തിയതിനു ശേഷം നമ്മളെല്ലാവരും പോയി നന്നായിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും. അത് ഡിലീഷ്യസ് ആയിട്ടുള്ള മീൽ ഉറപ്പായിട്ടും കഴിക്കുന്നതായിരിക്കും. ഇതൊക്കെ നടത്ത് അവരെല്ലാവരും ഹാപ്പിയായി. ആ ടൈമിൽ തന്നെ അവൻ പറയുന്നത്, സോ ഓൾ റെഡ് വാൻഗാർഡ് ടീംസ് മുന്നിലേക്ക് പോകുന്നു പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും മുന്നിലേക്ക് ചാർജ് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡിനാണ്. അവൻ പറയുന്നുണ്ട്, ഇല്ല, ഇങ്ങനെ സംഭവിക്കാൻ വഴിയില്ലെന്ന് പറഞ്ഞെടുത്ത് ഒരുത്തീനായിട്ട് ഒരു മാനബിസ് കൊല്ലുന്നതിൻ്റെ വക്കത്ത് നിർത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് ഡാർവസ് വന്ന് അവനെ അറ്റാക്ക് ചെയ്ത് അവനെ താഴത്തേക്ക് ഇടുന്നുണ്ട്. പക്ഷേ കാര്യം പോയി നോക്കുന്നതിന് മുമ്പ് തന്നെ അവൾ മരിച്ചിരുന്നു. അതൊരു വലിയ യുദ്ധം തന്നെയായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലാതെ ഫുൾ യുദ്ധം. എവിടെ നോക്കിയാലും എനിമീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവന് സ്റ്റാൻഡേർഡും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്ത് അവിടെ നിൽക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡിന് സഹായമായി കാരിയും ബാക്കിയുള്ളവർ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതും ഒട്ടും നിസ്സാരമല്ലായിരുന്നു. കാര്യം അടുത്തേക്ക് വരും തോറും അവൻ വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടേ. ഈ ടൈമിൽ തന്നെ ഡാർവസ് പറയുന്നുണ്ട്, സോ നീ കുറച്ച് യൂസ്ഫുൾ ആണല്ലേ? യൂസ്ഫുള്ളാ, ഞാൻ പണ്ട് തൊട്ടേ യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞത് കുറച്ചധികം ബീസ്റ്റ് വീണ്ടും അവിടേക്ക് വരും. സ്റ്റാൻഡേർഡിൻ്റെ സഹത്തോട് കൂടി അതുങ്ങളെല്ലാം കൊല്ലുന്നുണ്ട്. മറ്റൊരു സൈഡിലാട്ടെ ടെസ്സാട്ടെ തൻ്റെ വൈൻസ് കൊണ്ട് കുറേ മോൺസ്റ്റേഴ്സിനെ പിടിച്ചു കെട്ടി അതുങ്ങളെ എല്ലാവരും അറുത്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ പുള്ളിക്കാരി പറയും ചെയ്യും, ഡാർവസ് ഒരു കാര്യം ചെയ്യും, അവരെല്ലാവരും നമുക്ക് കൂട്ടിലാക്കണം. അതെനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞത് അവനായിട്ട് പെട്ടെന്ന് ഒരു സൈഡിൽ കൂടെ വന്ന് അവരെ എല്ലാവരെയും പിടിച്ചു കെട്ടി ഒരു വലിയ കിണർ പോലെ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് ഇതുങ്ങളെ എല്ലാവരെയും ഇടുന്നുണ്ട്. എന്നിട്ട് പുറത്ത് നിന്നുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ മേഴ്സും കൗണ്ട്ലെസ് ആയിട്ടുള്ള അറ്റാക്കുകൾ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാൻഡേർഡിന് ഒരു വഴി കാണിച്ചു കൊടുക്കേണ്ടതാണ്. സോ എല്ലാവരും ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് ആ ടൈമിൽ ഒരു ഹ്യൂജ് ഉള്ള സ്പെല്ല് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവനത് അങ്ങോട്ട് വിടുന്നുണ്ട്. അതിൻ്റെ ഷോക്ക് വേവിൽ അവൻ ബാക്കിലേക്ക് തെറിച്ച് പോയി വീഴുക. ആ ഒരു വലിയൊരു അറ്റാക്ക് അതിൻ്റെ അകത്ത് വന്ന് വീണ അതുങ്ങളെ എല്ലാവരെയും കൊല്ലുന്നുണ്ട്. ഇത് കാണുന്നിടത്ത് അവരെല്ലാവരും അലർന്നുണ്ട്. ഇത് നമ്മുടെ വിജയമാണ്, നമ്മൾ ജയിച്ചിരിക്കുന്നു. ആ ടൈമിൽ തന്നെ അവനെ പോയി പൊക്കുന്നുണ്ട്. നീ കുറച്ച് ഓടാണെങ്കിൽ നീ ഞങ്ങൾക്ക് ശരിക്കും ഹെൽപ്ഫുള്ളാണ്. ആ ടൈമിൽ തന്നെ അവൻ പറയുകയും ചെയ്യും, നമ്മൾ ഇനിയും ഇതേപോലത്തെ സർപ്രൈസ് അറ്റാക്കുകൾ ചെയ്ത് നമ്മുടെ എതിരാളികളെ എല്ലാവരും നമ്മൾ വകവരുത്തുന്നു പറഞ്ഞിട്ട് അവരൊക്കെ ഇവിടെ നിന്ന് ആഘോഷിക്കുകയാണ്. ഈ ടൈമിൽ തന്നെ അവൻ പറയുന്നുണ്ട്, എനിക്കറിയാം ഡോർഗോ ശരിക്കും ഇത് ആഘോഷിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇതൊരു വിജയമാണോ? ഇതെങ്ങനെ വിജയമായിട്ട് കണക്കാക്കാൻ പറ്റും? 10ലേറെ പേരാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് മരിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ നമ്മൾ വിജയമായിട്ട് ആഘോഷിക്കുന്നു പറയുന്നിടത്ത് ടെസ്സും ഇതേ ചിന്തകളിൽ അവിടെ മുഴുകി നിന്നുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.